ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സിഫി. ഞാൻ ഫിത. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന സെൻഡാക്കിൾ ആർട്ടിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് മൊത്തം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണെങ്കിൽ ഇന്ന് നമ്മൾ കുറച്ചൊരു വൈബ്രൻറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെൻസിൽ വെച്ച് ഇതേപോലെ ബേസ് ഒന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ബ്രഷ് പെന്നാണ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് കളർ വെച്ചിട്ട് മേലെ ഭാഗം ഒന്ന് കളർ കൊടുത്തു. അതിനുശേഷം നമ്മൾ താഴെ വരുന്ന ഭാഗത്ത് ഒരു ഡാർക്ക് പേർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റ് ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ഷെയ്ഡ് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കളറും കൂടെ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് പെൻ ആയതുകൊണ്ട് തന്നെ ചില പോർഷനിൽ നിങ്ങൾക്ക് സ്പ്രെഡ് ആയത് കാണാൻ പറ്റും. പക്ഷേ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കവർ ചെയ്ത് പോകട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് CD മാർക്കർ പെന്ന് വെച്ചിട്ട് നമ്മൾ ഈ കൊടുത്ത കളറിൻ്റെ ചുറ്റിലും നമ്മളൊരു ബോർഡർ പോലെ, പക്ഷേ ഈക്വൽ ആയിട്ടല്ല, കുറച്ച് പോർഷനിൽ തിന്നായിട്ട് വരുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ചെയ്ത സമയത്ത് എനിക്ക് ഹൈലൈറ്റ് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിൽ ബ്രഷ് പെൻ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വേറൊരു ലെയറും കൂടെ ഹൈലൈറ്റ് ഇതിൻ്റെ മേലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കളറുമായിട്ട് അങ്ങ് അബ്സോർബ് ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ താഴെയുള്ള പോർഷനിൽ ഫുൾ ഇതേപോലെ ചെക്സ് പാറ്റേണിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും പ്രത്യേകിച്ച് മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇറഗുലർ ആയിട്ടുള്ള രീതിയിൽ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കർവ്ഡ് ലൈൻസ് വരച്ചിട്ട് അതിനകത്ത് ഓരോന്നും ഇടവിട്ടിട്ട് ഇങ്ങനെ കളർ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതും നമ്മൾ ബ്രഷ് പെൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കുറേ അധികം പാറ്റേൺസൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ബാക്കി ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള സെൻഡാക്കിൾ ആർട്ടൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഒരു വർക്ക് എനിക്ക് കുറച്ചും കൂടെ നല്ല സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ ആദ്യത്തെ ബേസ് ഒക്കെ ഉണങ്ങിയതിന് ശേഷം ഇതിന് മേലെ പെയിൻറ് വെച്ചിട്ട് കുറച്ചും കൂടി ഹൈലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഭയങ്കരമായിട്ട് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് ബേസ് ആയാലും കളറിങ് ആയാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.